ഓം നമോ നാരായണായ. ഇടവം രാശിയിൽ ഒരു അപൂർവ രാജയോഗം ആണ് വന്നെത്തിയിരിക്കുന്നത്. ഇരട്ടഗ്രഹങ്ങളുടെ അനുഗ്രഹം ആണ് ഈ 3 രാശികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന്റെ ഫലമായാണ് ഗ്രഹസംയോഗങ്ങൾ ഉണ്ടാകുന്നത്. ശുഭകരവും അശുഭകരവുമായ ഗ്രഹസംയോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അവയുടെ സ്വാധീനം ഓരോ രാശികളിലും അനുഭവപ്പെടാം. എങ്കിലും ചില സമയങ്ങളിൽ ഗ്രഹസംയോഗങ്ങളുടെയും തത്ഫലമായി ഉണ്ടാകുന്ന രാജയോഗങ്ങളുടെയും ഫലം ചില രാശികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതായി കാണാം. ജൂലൈ 12-ന് ചൊവ്വ ഇടവം രാശിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. വ്യാഴവും ഇതേ രാശിയിൽ തന്നെയാണുള്ളത്. അങ്ങനെ ഇടവത്തിൽ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും സംയോഗമുണ്ടാകും. ആഗസ്റ്റ് 26 വരെ ചൊവ്വ ഇടവത്തിൽ തുടരും. അതിനുശേഷം മിഥുനം രാശിയിലേക്ക് പോകും. 12 വർഷത്തിനു ശേഷം ഇടവം രാശിയിൽ സംഭവിക്കുന്ന ചൊവ്വ-വ്യാഴം സംയോഗത്തിലൂടെ അപൂർവമായ രാജയോഗം സൃഷ്ടിക്കപ്പെടും. 3 രാശികളിൽ ജനിച്ച ആളുകൾക്ക് ഈ രാജയോഗം വളരെയധികം സൗഭാഗ്യങ്ങൾ നൽകും. ആ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇടവമാണ് ആദ്യത്തെ രാശി. വ്യാഴത്തിന്റെയും ചൊവ്വയുടെയും മംഗളകരമായ സംയോഗം ഇടവം രാശിയുടെ ലഗ്നഭാവത്തിലാണ് സംഭവിക്കുന്നത്. ഇതിന്റെ പ്രഭാവത്താൽ ഇടവം രാശിയിൽ ജനിച്ച ആളുകളുടെ വ്യക്തിത്വം വളരെയധികം മെച്ചപ്പെടുകയും ആകർഷകമായിത്തീരുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് ജോലിക്കയറ്റം ലഭിക്കാം. ശരിയായ ബിസിനസ് ആശയങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. വിവാഹിതർക്കും പ്രണയിക്കുന്നവർക്കും ഈ സമയം മധുരവും സന്തോഷപ്രദവുമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും പങ്കാളിയുടെ പിന്തുണയുണ്ടാകും. രണ്ടാമത്തെ രാശി ചിങ്ങമാണ്. ചിങ്ങം രാശിയുടെ 10ാമത്തെ ഭാവത്തിലാണ് മംഗളകരമായ ഈ രാജയോഗം രൂപമെടുക്കുന്നത്. ഈ കാലയളവിൽ ഈ രാശിയിൽ പിറന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയവും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഉദ്യോഗസ്ഥരായവർക്കും ഇത് വളരെ ശുഭകരമായ യോഗമായിരിക്കും. വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകും. മൂന്നാമത്തെ രാശി തുലാം. തുലാം രാശിയുടെ 8ാമത്തെ ഭാവത്തിലാണ് ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള ഈ അപൂർവ സംയോഗമുണ്ടാകുന്നത്. ഈ കാലയളവിൽ തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷം കളിയാടുകയും മനസ്സ് വളരെ സന്തോഷവും സംതൃപ്തവുമായിരിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ വിജയം നേടുന്നതിനുള്ള വലിയ അവസരങ്ങൾ വന്നുചേരും.